എടാ ചോദിച്ചാ നീ എന്ത് സമ്മാനം എനിക്ക് കൊണ്ടുവരാൻ പോകുന്നത്? കഴിഞ്ഞ ഓണത്തിന് നീ പറഞ്ഞിട്ട് പോയതാ. ഇനിയിപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒന്ന് വന്നാ മതി. ഒരു വർഷം പോയതേ അറിഞ്ഞില്ലടാ. സുഖല്ലേ നിനക്ക്? ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു വർഷം കൊണ്ട് എഴുതി തീർത്തതാണ്. ഇനി ഇത് ഒരു വർഷത്തേക്ക് നിനക്ക് വായിക്കാനുണ്ട്. ഇത്തിരി പഴഞ്ചനാണെങ്കിലും ഈ കത്തുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ ഒരു സുഖം തോന്നും നിനക്ക്. നമ്മുടെയൊക്കെ പേരൻസിന്റെ ചെറുപ്പത്തില് ഇങ്ങനെയായിരുന്നു പ്രണയം. പ്രണയത്തെക്കുറിച്ച് അവര് പറയുമ്പോൾ തോന്നി തുടങ്ങിയതാ, പ്രണയിക്കുന്നെങ്കിൽ അവര് പ്രണയിച്ച പോലെ ആയിരിക്കണോ? നിന്നെ പോലെ ഈ ലോകത്ത് നീ മാത്രമേ കാണുള്ളൂ. ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാതെ എന്തിന് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഉണ്ടോടാ നിനക്ക്? ഇതില് ഞാനത്ര ത്രില്ലൊന്നും കാണുന്നില്ല കേട്ടോ. ദിവസവും ഞാൻ നിന്നോട് ചാറ്റ് ചെയ്തോണ്ടിരുന്ന ചിലപ്പോ നിന്നെ കാണാൻ എനിക്കിങ്ങനെ ഓടി വരാൻ തോന്നില്ലായിരുന്നു. ഇതുപോലെ കുത്തിയിരുന്ന് എഴുതാനും സാധ്യതയില്ല. എഴുതി തുടങ്ങിയപ്പോൾ സാഹിത്യവും വന്നു, കൈയക്ഷരവും നന്നായി. ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ കാര്യത്തിലും നല്ല ക്ഷമയാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആ മനീഷേ, സാറേ എല്ലാം സെറ്റാണ് സാറേ. മറ്റുള്ള കുപ്പികളുടെ കൂടെ നമ്മുടെ കുപ്പി മിക്സ് ആക്കി വെക്കണം. നല്ല ചെക്കിംഗ് ഉള്ള സമയാ. പിന്നെ നമ്മുടെ ബോട്ടിൽ തിരിച്ചറിയാൻ വേണ്ടി നീ എന്തെങ്കിലും ഒരു മാർക്കും കൂടെ ചെയ്തു. ഞാനത് അപ്പോഴേ ചെയ്തു. അതൊക്കെ എനിക്ക് വിട്ടേര് സാറേ, ഞാനിതൊക്കെ എത്ര കണ്ടതാ. ആ ശരി, എന്നാ നീ അങ്ങോട്ട് പോര്.
എണീക്കണോ? ഓ വാട്ട് ഈസ് ഡോ മാവേലി, തനിക്കിത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? മാവേലി എവിടെയാ? ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ ഉണ്ട്, ഇവിടെ റെഡിയാ. ഇപ്പൊ വരുവോ? പൂക്കളമിടുന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാവേലിയുടെ ഫോട്ടോസ് എടുക്കാനുള്ളത് കാരണം ഫോട്ടോഗ്രാഫർ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ദയവായി നിശബ്ദരായിരിക്കേണ്ടതാണ്. നമ്മുടെ കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. എല്ലാവരും ദയവായി സീറ്റുകളിൽ ഇരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. സമയപരിമിതികൾ കൊണ്ട് നമ്മുടെ മത്സരങ്ങൾ ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനു മുൻപ് 2 വാക്ക് സംസാരിക്കുന്നതിനായി കൊറ്റമ്മ അസോസിയേഷൻ നമ്മുടെ മാവേലി സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ വിശിഷ്ട അതിഥികൾ എത്താൻ അല്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മത്സരങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ്. പ്ലീസ് എല്ലാവരും സൈലന്റ് ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമൊക്കെ നല്ല രീതിക്ക് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് പ്ലീസ്.
സംസാരിച്ചോളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇനി മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അടുത്തതായി മിഠായി പെറുക്കൽ മത്സരമാണ്. മത്സരത്തിന് പേര് കൊടുത്ത കുട്ടികൾ സ്റ്റേജിലേക്ക് വരുന്നതാണ്. ഇനി ആരെങ്കിലും പേര് കൊടുക്കാനുണ്ടോ? കേറി വാ, വാ. നിങ്ങൾ വഴക്കിനല്ലേ? ഓരോരുത്തരായി പതുക്കെ വാ. ആ വാ, മോള് വാ. കേറി വാ. മോള് പേര് കൊടുത്തോ? വാ. ഇനി ആരെങ്കിലും പേര് കൊടുക്കാനുണ്ടെങ്കിൽ ഉടൻ കൊടുക്കേണ്ടതാണ്. മത്സരം ഉടനെ ആരംഭിക്കും. ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുണ്ടേ, ഞങ്ങളുണ്ടേ. ഇങ്ങ് വാ മനുഷ്യ ഇങ്ങോട്ട്. ആ ഞങ്ങളുണ്ടേ. ഒന്ന് കേറി. മനുഷ്യ. അല്ല, കുട്ടികളെവിടെ? കുട്ടികളായിട്ടില്ല. അല്ല നോക്കുന്നുണ്ട്. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. ഇത് കുട്ടികളുടെ മത്സരമാണ്. ശോ. കുട്ടികളെങ്കിൽ കുട്ടികള് എന്തായാലും വന്നതല്ലേ, എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇത് കൊച്ചുകുട്ടികളുടെ മുട്ടായി പെറുക്കൽ മത്സരമാണ്, അതും 10 വയസ്സിന് താഴെ. ശോ, 10 വയസ്സോ? കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ നോക്കാം. പിന്നെ കാണാം കേട്ടോ. മോനെന്തിനാ കരയുന്നേ? എന്താടാ? എന്താ മോനെ, അതും ഇത് ഒരേപോലത്തെ മുട്ടായി അല്ലേ? പിന്നെന്താ? എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ? ജയവും തോൽവിയൊന്നും അല്ലല്ലോ കാര്യം. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ ഇതൊക്കെ. മോശമായി നീ കളിച്ചു കേട്ടോ. എവിടെ എത്തിന്നൊന്ന് വിളിച്ചു നോക്കടാ. സാധനം ഇപ്പൊ എത്തുന്നേ. മോനെ എല്ലാ സംഭവം നിങ്ങൾ ടെൻഷൻ എടുക്കണ്ടേ. സാധനം ഇപ്പൊ ആരായിരിക്കും അത്? നമ്മുടെ സ്റ്റേജിൽ കുറച്ച് കരയൊക്കെ ചെയ്തെങ്കിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിരിക്കുന്നത് വിഷ്ണു ആണ്. വിഷ്ണുവിന് എല്ലാവരും നല്ല കൈയടി കൊടുത്തേ. നല്ല ഒച്ചത്തിലൊരു കൈയടി കൊടുക്കുക എല്ലാവരും. അടുത്തതായി ഒരു മനോഹരമായ ഗാനമാണ്. അതിനായി നമ്മുടെ മീനാക്ഷി സ്റ്റേജിലേക്ക് വിളിക്കുന്ന കേട്ടില്ലേ? ഫോണിഞ്ഞതാ. ചെല ചെല. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നു. മോൻ വന്നിട്ടുണ്ടല്ലേ? അതെ. കണ്ടിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. 1 വർഷമായില്ലേ കാശ് വാങ്ങിയിട്ട്. ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. താങ്ക് യു മീനാക്ഷി, വളരെ ഭംഗിയായിട്ട് പാടി. നല്ലൊരു ഓണപ്പാട്ട് തന്നെ അല്ലേ? എല്ലാരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഹലോ മനീഷേ, എവിടെ എത്തി? ആ ശരി ശരി. നൃത്തമായാലോ? അതിനായി മിടുക്കനായ നമ്മുടെ അർജുനെ സ്റ്റേജിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം. മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം. അനായകൈ ശുഭാശുനാശകം നമാമിതം. എന്ത് പുറത്തേക്ക് വന്നേ? ഭീകരം നമോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജരം നതാധികാപദുദ്ധരം നതേതരാതി ഭീകരം നമോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജരം നതാധികാപദുദ്ധരം. സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം. മതി സാറിനുള്ള സാധനമാണ്. സാറകത്തുണ്ട്. ഇനി ഒന്ന് വിളിച്ചു നോക്കിട്ടെ ഈ സാധനം കൊണ്ട് കൊടുത്തേ. ആ ഹലോ, നിങ്ങൾ എവിടെയാ? ആ നീ ആ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോരെ കേട്ടോ. എല്ലാം റെഡിയല്ലേ? ഇത് സാധനം എന്തിയാടാ പോയെ? അതിങ്ങോട്ട് കൊണ്ടുപോവാ. ഉന്നവാടക്കായൽ ഈ കുട്ടനാടൻ കായൽ തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ട് ഉന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ പൂമാരനെ കണ്ടുപോ കാവിനരികെ മണിമഞ്ചാടിച്ചോ പുള്ള നാളം കൊണ്ടോ പൊന്നെ ഉന്നമാടക്കായൽ. രാമങ്കരി കണ്ണങ്കരി ചേന്നങ്കരി ചാത്തങ്കരി കണ്ടം കൈരം ആനം പ്രചേരം പുലി നിറയണ് പറ നിര പുലിയണ് പറ പുലി നിര നിറയണ് പുലിയണ്.
പെർഫോമൻസ് കാഴ്ചവെച്ച് അവർക്ക് നല്ലൊരു എന്ത് തോന്നുന്നു? നിനക്ക് ഇഷ്ടമായോ എല്ലാ പ്രോഗ്രാംസും? ഉറപ്പായിട്ടും നല്ല പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. അത് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാംസ് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ട്. അപ്പൊ എല്ലാവരും റെഡിയായിരുന്നോ? ആരും അത് മിസ്സാക്കരുത്. അപ്പൊ എങ്ങനെ ബാക്കി പ്രോഗ്രാംസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യല്ലേ ജിജിന? ചെയ്യല്ലേ? അപ്പൊ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇതിന്റെ അടുത്ത പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. നമ്മൾ അവൻ ഇപ്പം കൊണ്ടുവരുന്നു പറഞ്ഞോണ്ടിരിക്കുവല്ലേ? വാ നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോവാം. അതാ നല്ലത്. നീയും പോവാണോ? നമ്മൾ പ്രോഗ്രാം കാണാൻ പോവാം. ഒരു ചെറിയ അറിയിപ്പുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകിയതാണ്. എന്തായാലും നമ്മുടെ കലാപരിപാടികൾ കഴിയും വരെ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സുപരിചിതനായ ശ്രീ ജിതേഷിനെ കൊറ്റമം അസോസിയേഷന്റെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കലാപരിപാടികൾ തുടരുകയാണ്. മദ്യം നുകർന്നു ഞാൻ സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുഷ്യനും അടുത്തതായി നമ്മുടെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവതരിപ്പിക്കുന്ന നല്ലൊരു ഓണപ്പാട്ടാണ്. അടുത്തതായി ഉറിയടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഉറിയടി മത്സരത്തിന് പേര് കൊടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതാണ്. കാരണം നമ്മൾ ഈ മത്സരം ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. ദയവായി ഉറിയടി മത്സരത്തിന് പേര് കൊടുത്ത എല്ലാവരും തന്നെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും മീനാക്ഷി? നീ എന്തേലും ഒന്ന് പറ. പപ്പയും മമ്മിയും മാത്രം ഇത് വായിക്കുന്നെങ്കിൽ എന്തായാലും ആവട്ടെ എന്ന് വിചാരിക്കാം. ഇതിപ്പോ നിലത്ത് വീണ ഞാൻ എടുക്കും. അതെനിക്കുള്ളതാ. ആര് വേണേ അറിയട്ടെ, ആര് വേണേ തടുക്കട്ടെ. നീ വാ.
വിഷയമില്ല. ആ കുട്ടിയെ പിടിച്ച് മാറ്റ്. എന്താ ഇത്? മത്സരത്തിൽ വിജയിയായ രമയ്ക്ക് ട്രോഫി കൈമാറുന്നതിനായിട്ട് ജോൺ സാറിനെ ക്ഷണിക്കുകയാണ്. ജോൺ സാർ ഒന്ന് കടന്നു വരണം കേട്ടോ. നമുക്കടുത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഉറിയടി മത്സരം വളരെ വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അവരവരുടെ സീറ്റുകൾ ഇരിക്കേണ്ടതാണ്. ദയവായി ആരും പോകരുത്. നമ്മുടെ ഓണസദ്യ അപ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി അസോസിയേഷനിലെ സുന്ദരികൾ അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയാണ്. തിരുവാതിര ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തിരുവാതിര കളി കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ നിന്ന് വന്ന് തിരുവാതിര കളി കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഇവർ എല്ലാത്തിലും ഇടയിലുണ്ടല്ലോ. ഇവർ ടീമിലുള്ളതാണോ? ആരെങ്കിലും ഒന്ന് മാറ്റുമോ? പ്ലീസ് ആരെങ്കിലും ഒന്ന് മാറ്റുമോ? ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാര് എല്ലാരും മുന്നോട്ട് പോവാ. പ്ലീസ് നിങ്ങൾ എല്ലാവരും നിശബ്ദരായിരിക്കണം. പ്ലീസ്. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. സർപ്പനായക ഭൂഷയിത്തും സാംബശിവനുടെ ചാരുകളത്തിൽ. സർപ്പനായക ഭൂഷയിത്തും സാംബശിവനുടെ ചാരുകളത്തിൽ വിഘ്നമൊഴിഞ്ഞൊരു നാളിരകാത്മജവരണമാലികയുമൊമ്പൊടു ചാർത്തി. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. ആഹാ, എത്ര മനോഹരമായ പെർഫോമൻസ്. നമ്മുടെ ലേഡീസ് എത്ര നന്നായിട്ടാണ് ചെയ്തത്. നല്ലൊരു കൈയടി കൊടുക്കും. നമ്മുടെ തരുണിമണികളാണ് നമ്മുടെ അസോസിയേഷൻ്റെ. അവരുടെ ഭർത്താക്കന്മാരൊക്കെ എല്ലാവരും എൻകറേജ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മുടെ കാർത്തൂന്റെ ഒരു അടിപൊളി ഡാൻസ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ നമ്മുടെ കാർത്തൂന്.
ധീം ധണ്ണത്തത്തിൻ തത്തദ്ധീം ധണ്ണാ ധിം തത്തദ്ധീം ധണ്ണത്തത്തിൻ തത്തദ്ധീം ധണ്ണാ ധിം തത്താം ധണ്ണത്തച്ചൊണ്ണു ധണ്ണത്തച്ചൊണ്ണു ധണ്ണത്താം ചൊണ്ണു ധണ്ണത്തച്ചൊണ്ണു തക്കടതും തക്കടതും തദ്ദി തക്കടതും മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകിലും യദുപാലന്റെ മാറിൽ വന്നാളികൾ ചായുകിലും ഒരു പീലി കണ്ടുപോലെ മണിയോട കുഴൽ പോലെ അമ്പാടി തുളസി പോലെ നവനീത തളിക പോലെ നവരാഗം യമുന പോലെ രാധേ യാദവ കുലമോലേ കണ്ണനു നീയേ വനമാല രാധേ യാദവ കുലമോലേ കണ്ണനു നീയേ വനമാല. കാമുകിലോ യാമിനിയോ വാർക്കുടലായി ഭാമിനിയേ കേതകമോ ചെമ്പകമോ സൗരഭമായി നിന്നുടലിൽ മായാമനോമയി സഖി സതതം ദേവൻ തരും സുഖം ആയകുലം സദാ മുദാ അറിയുനാദം ഭവത്കരം അറിയുനി മുരളീരവം നിറയെ പ്രണയമോ രതിഭാവമോ യമുനയിൽ കളഗീതമോ മധുരവിരഹമോ മദലാസ്യമോ യദുകുലപ്രിയേ മുരഹരപ്രിയേ മധുമരാളികേ മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകിലും മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകിലും. നമ്മുടെ കലാപരിപാടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നായി 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ വിശിഷ്ട അതിഥിയായ ശ്രീ ജിതേഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. 2-3 അസോസിയേഷനിൽ പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് പറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇത്രയും വേദികൾ പങ്കിട്ടുവെങ്കിലും ഇതുപോലെ ഇത്രയും നിശബ്ദരായിരുന്ന് പരിപാടികൾ കണ്ട് ആസ്വദിക്കുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെ പോലുള്ള ഓഡിയൻസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. കേറി വരുമ്പോ തന്നെ എനിക്ക് തന്ന ഈ ബോട്ട്, അതും ഒരു മറയുമില്ലാതെ ആർക്കും എപ്പ വേണമല്ലോ കുടിക്കാൻ പാകത്തിലുള്ള മിക്സി. ഇതിന്റെ വീട്ടിൽ പ്രവർത്തിച്ചവർക്കും ഞാനെന്റെ നന്ദി അറിയിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഏതൊരു ഓണാഘോഷ പരിപാടിയായാലും ലേഡീസിനെ മാത്രമേ ഓഡിറ്റോറിയത്തിനുള്ളിൽ കൂടുതലായിട്ട് കാണാറുള്ളൂ. ആണുങ്ങളൊക്കെ അപ്പുറത്തെ മുറിയിലോ കാറിനുള്ളിലോ ഇരുന്ന് അവരുടെ ഓണം അടിപൊളിയാക്കുന്നുണ്ടാവും. എന്നാൽ എത്ര നല്ല കുട്ടികളെ പോലെയാ ഇവര് ഇവിടെ ഇരുന്ന് ഈ പരിപാടികൾ ആസ്വദിക്കുന്നത്. ഇവർക്കും വേണം ഒരു നല്ല കയ്യടി കൂടി.
ഒരു ബോട്ടിലൂടെ തരുമോ? കുടിച്ചിട്ട് ദാഹം മാറുന്നില്ല. പക്ഷെ നട്സൂടെ കിട്ടിയതല്ലായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടിയുള്ള എന്റെ ഓണാശംസകൾ നേരുന്നു. നമ്മുടെ കലാപരിപാടികൾ തുടരുകയാണ്. ഇനിയൊരു ഗാനമാണ്. ഗാനം ആലപിക്കുന്നതിനായി ജോയിച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓണം ആഘോഷിക്കാനായി എല്ലാവരും നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കുന്നത് ഇവിടെയാണ്. പപ്പയ്ക്കും അമ്മയ്ക്കൊപ്പം നാട്ടിൽ വെച്ച് ഒരു ഓണം ആഘോഷിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. ഓണം അടുക്കാറാകുമ്പോൾ പപ്പ പറയും, ഓണമാണ്, അത് ഓർമ്മ വേണമെന്ന്. അപ്പോൾ മുതൽ എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പഠിച്ചു. ഇന്നും അതുപോലെ ഇവിടെ പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നാളിനുള്ളിൽ ഇതാദ്യത്തെ കാഴ്ചയാണ് പപ്പ എൻ്റെ മുമ്പിൽ എൻ്റെ പാട്ട് കേൾക്കാനായി വന്നിരിക്കുന്നത്. Thank you so much, Papa. മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, ഹൃദയം പാടും ലയസിന്ധു, മധുരം ജീവാമൃതബിന്ദു. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഗാന്ധയാമവീതിയിൽ. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഗാന്ധയാമവീതിയിൽ. താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെന്റെ ദീപകം. പാടുമീ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, ഹൃദയം പാടും
ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. ഈ ഒരു പാട്ട് എത്ര ഫീലോടുകൂടിയാണ് ജോയ്സിനോട് പാടിയിരിക്കുന്നത്. അടുത്തതായി ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ്. അതിനായി മീനാക്ഷിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേറിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിന് മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാജചൂടാമണി ചെങ്കോത്തുറുമ്പിലഞ്ഞെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല കാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ ഉറങ്ങിയുള്ളൂ. നമ്മുടെ മിടുക്കിക്കുട്ടിയായ മീനാക്ഷിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. മുൻവർഷത്തേക്കാൾ കൂടുതൽ ഭംഗിയെ നടന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരാം.
നമസ്കാരം. എന്താണിപ്പം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൊറ്റമം ഗ്രാമവാസികളായ നമ്മളെല്ലാവരും വർഷാവർഷം നടത്തി വരാറുള്ള ഈ ഓണാഘോഷ പരിപാടിയിൽ ഞാനും എൻ്റെ കുടുംബവും എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. ഭാര്യയുടെ ഒരു തിരുവാതിര, അല്ലെങ്കിൽ മകളുടെ ഒരു ഡാൻസ്, അല്ലെങ്കിൽ പാട്ട്, ഇതുപോലെ എല്ലാ വർഷവും ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. പറയുന്നതിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. എങ്കിലും പറയണം, ഇതുവരെ ഞാൻ ഈ പരിപാടികളൊന്നും കണ്ടിട്ടില്ല. ഓണമെടുക്കുമ്പോൾ ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു ഗ്രൂപ്പുണ്ടാകും, ഓണാഘോഷ കമ്പനി. സോഡയുടെയും ടച്ചിൻസിന്റെയും ഒക്കെ ഷെയർ പിരിക്കുന്നതിനുള്ള തർക്കങ്ങളും ചിന്തകളുമാണ് ആ ഗ്രൂപ്പിൽ. മറുവശത്ത് ക്ലാസും ട്യൂഷനും ഒന്നും മുടക്കാതെ, പഠനത്തെ ഒട്ടും ബാധിക്കാതെ ഡാൻസും പാട്ടുമൊക്കെ പഠിച്ചെടുക്കാൻ പാടുപെടുന്ന നമ്മുടെ മക്കൾ. വീടും മക്കളും അടുക്കളയും ജോലിയുമൊക്കെ ആയിട്ട് നിലം തൊടാതെ ഓടി നടക്കുന്ന നമ്മുടെ ഭാര്യമാർ. എങ്ങനെയുണ്ട് തിരുവാതിരയെന്നും അവർ ചോദിക്കാൻ മുതിരാറില്ല. കാരണം അപ്പുറത്തെ മുറിയിലിരുന്ന് അന്താരാഷ്ട്ര പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുപിടിക്കലായിരിക്കും ഞങ്ങൾ. ഒടുവിൽ ഒരു മൂലയിൽ എന്നെ ചോദിച്ചു. പിറ്റേ ദിവസം മോളും ഭാര്യയൊക്കെ കൊണ്ടുവരുന്ന ട്രോഫിയും പിടിച്ച് അവരെയും ചേർത്ത് പിടിച്ച് ഫേസ്ബുക്കിലല്ലേ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ. അതോടെ നമ്മുടെ ഓണം തീർന്നു. അവിചാരിതമായി സംഭവിച്ചാണെങ്കിൽ ഇന്നാണ് ഞാൻ സ്വബോധത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ കഴിവുകളും അധ്വാനമൊക്കെ ശരിക്കും അറിയുന്നു. കണ്ണു നിറഞ്ഞുപോയി. ഒരു തിരിച്ചറിവുണ്ടായി. ആദ്യം നമ്മൾ കുടുംബത്തെ അറിയണം. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും ആഘോഷങ്ങളും നമ്മോടൊപ്പം ഉണ്ടാകും. എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ. മാത്യു സാറിനും ഫാമിലിക്കും താങ്ക് യു. കുറേ വലിയ സത്യങ്ങളാണ് മാത്യു സാർ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നല്ലൊരു തിരിച്ചറിവാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അതിനായിട്ട് ജോൺ സാറിനെയും കുടുംബത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഭാസ്കരേട്ടനെയും കുടുംബത്തെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൽ എന്താണെന്നറിയാമോ? ഒരു പ്രണയലേഖനമാണ്. എഴുതിയത് എൻ്റെ മകൻ ജോയ്. നമ്മുടെ മീനാക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി എഴുതിയത്. പക്ഷേ ഇത് കിട്ടിയത് അവളുടെ അമ്മയുടെ കയ്യിലാണ്. മാത്യു സാറ് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കുടുംബത്തെ അറിയണം. അവിടുന്ന് തുടങ്ങണം എല്ലാം. പണ്ട് നമ്മുടെ കാർന്നോമാർ ചോദിക്കും, മത്തം നട്ടാൽ കുമ്പളം മുളയ്ക്കുമോ? മത്തം നട്ടാൽ മത്തേ മുളയ്ക്കും. ഇവള് എപ്പോഴും എൻ്റെ മോനോട് പറഞ്ഞു, നീ നിന്റെ പപ്പയെ കണ്ടുപഠിക്കും. അവൻ എന്നെ കണ്ടുപഠിച്ചു. 10ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ ഞങ്ങളുടെ ഈ പ്രതി. ഇതിനിടയിൽ ഒരു കല്യാണവും കഴിഞ്ഞു. പിന്നെ ഇങ്ങനൊരു മകനുണ്ടായി. ഇത്രയും വളരും ചെയ്തു. എന്നിട്ടും ഞങ്ങളുടെ പ്രണയം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കണ്ടല്ലേ അവനും വളർന്നത്. അപ്പോൾ ഇത് എഴുതിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എഴുത്ത് ആദ്യം വായിച്ചത് രമയാണ്. രമ പറയട്ടെ കത്തിൻ്റെ ഉള്ളിലൊക്കെ.
കവറിന്റെ പുറത്തെഴുതിയ ടൂമൈ മീനാക്ഷി എന്ന് വായിച്ചപ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു. ടെൻഷൻ മറ്റൊന്നുമല്ല, പിള്ളേരല്ലേ, വല്ല ഇംഗ്ലീഷ് സാഹിത്യം മറ്റോ ആണല്ലേ എനിക്കൊന്നും മനസ്സിലാകത്തുമില്ല. ദേഷ്യത്തോടെ 2 വഴക്കു പറയാനും പറ്റൂല. തുറന്നപ്പോഴോ നല്ല പച്ച മലയാളം, അച്ചടിച്ചു പോലുള്ള അക്ഷരങ്ങൾ. സാഹിത്യമാണെ പറയണ്ട, കടിച്ച പൊട്ടാത്ത വാക്കുകൾ. ഇതുപോലൊന്ന് എന്റെ നല്ല പ്രായത്തിൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരു വർഷമെടുത്ത് ഒരു പ്രണയലേഖനം എഴുതുക, അത് കൈമാറാൻ ഒരോണം വരെ കാത്തിരിക്കുക. അതിനുവേണ്ടി ദിവസങ്ങൾ എണ്ണി ഒരു പെൺകുട്ടി ഇവിടെ. ഈ കാലത്ത് ഇതെല്ലാം പറ്റുമോ? വാട്സാപ്പും ഫോണും ഒന്നും ഉപയോഗിക്കാതെ. പപ്പയുടെ മോൻ തന്നെ കേട്ടോ. ഞങ്ങൾ 4 പേരുടെ പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ്. ആചാരങ്ങളില്ലാതെ, കുടിനിറം നോക്കാതെ, കൊടുക്കൽ വാങ്ങൽ ഒന്നുമില്ലാതെ ഇവിടെ ഇവരെ ചേർത്ത് വിട്ടു, ഇവരെ അനുഗ്രഹിക്കും.